മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റിന് സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ പ്രൗഢമായി തുടക്കം. സൗദിയുടെ ചരിത്രത്തിലെ മലയാളി ബിസിനസ് സമൂഹത്തിന്റെ അത്യപൂർവ സംഗമത്തിനാണ് തുടക്കമായത്. സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ ഹുസൈൻ അൽ ഷമരി ഉദ്ഘാടനം നിർവഹിച്ചു. So allow me, we're standing here today because of the Vision 2030, which was introduced by our beloved Crown Prince Mohammed bin Salman 8 years ago. Saudi Arabia is enjoying a great opportunities after the introduction of this vision. ഫ്യൂച്ചർ സമ്മിറ്റിനോട് ചേർന്ന് മീഡിയ വൺ പ്രഖ്യാപിച്ച ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എക്സ്പെർട്ടേഴ്സ് ഗ്രൂപ്പ് സിഇഒ മുഹമ്മദ് ആഷിഫ് ഏറ്റുവാങ്ങി. വിറ്റാപ്പിളിയിൽ മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോളും മീഡിയ വൺ ബിസിനസ് അവാർഡ് ഏറ്റുവാങ്ങി. എക്സലൻസ് ഇൻ കൺസ്യൂമർ ഡ്യൂറബിൾ ആൻഡ് ഹോം അപ്ലയൻസസ് കാറ്റഗറിയിലായിരുന്നു പുരസ്കാരം. നാളെ റിയാദിലും ഫ്യൂച്ചർ സമ്മിറ്റ് നടത്തും. വിവരങ്ങളുമായി അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, വിവരങ്ങൾ. സൗദി അറേബ്യയിൽ മീഡിയ വൺ പ്രഖ്യാപിച്ച ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ ആദ്യ ദിവസമാണിന്ന്. അതിൽ സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിലുള്ള കോഭാറിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലാണ് വേദി. ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ വിവിധ സെഷനുകളിലായി പ്രമുഖർ ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മീഡിയ വൺ നേരത്തെ പ്രഖ്യാപിച്ച ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ ഭാഗമായുള്ള ബിസിനസ് എക്സലൻസ് പുരസ്കാരങ്ങളിലെ ആദ്യ 2 പുരസ്കാരങ്ങളും ഇവിടെ വെച്ച് ഇന്ന് സമ്മാനിക്കുകയും ചെയ്തു. സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ ഹുസൈൻ അൽ ഷമരിയാണ് ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തിയത്. പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സൗദിയുടെ വിപണി അത് മാറുന്ന രീതി, അതിലേക്ക് AI ഉൾപ്പെടെയുള്ള പുത്തൻ സാങ്കേതിക വിദ്യകൾ അതിവേഗത്തിൽ വരുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളാൻ പ്രവാസി സമൂഹത്തെ പ്രാപ്തരാക്കുക. ഒപ്പം തന്നെ പുത്തൻ സാങ്കേതിക വിദ്യകൾ അവർക്ക് പരിചയപ്പെടുത്തുക. അതോടൊപ്പം നേരത്തെ ഈ വിപണിയിൽ പല കാലങ്ങളിലൂടെ ബിസിനസ് ചെയ്തു വന്ന ബിസിനസ് സമൂഹത്തിൽ വിജയിച്ച പ്രമുഖരുടെ അവരുമായുള്ള സംവാദം, ഈ തരത്തിൽ വ്യത്യസ്തമായ തരത്തിലുള്ള പരിപാടികളാണ് ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ ഭാഗമായുള്ള വിവിധ സെഷനുകളിൽ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും സൗദി വിപണിയിലേക്ക് പുതുതായി എത്തിയ നിക്ഷേപകർ, ഒപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ സൗദി അറേബ്യയിലേക്ക് പുതുതായി സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് എത്തുന്നവർ, നിലവിൽ സൗദി അറേബ്യക്ക് അകത്ത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും അതിൽ പരിഷ്കാരം ആഗ്രഹിക്കുന്നവരും, ഈ തരത്തിൽ എല്ലാവിധ ബിസിനസ് കമ്മ്യൂണിറ്റിയെയും ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഉച്ചകോടി മീഡിയ വൺ സംഘടിപ്പിച്ചത്. നമുക്ക് കാണാവുന്ന പോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് കൂടുതൽ ചെറുപ്പക്കാരാണ് ഈ ഉച്ചകോടിയുടെ ഭാഗമായി എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, സൗദി അറേബ്യയിൽ തന്നെ ജനസംഖ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ 70% ജനസംഖ്യ 70%-ലധികം ജനസംഖ്യ 35 വയസ്സിന് താഴെ ഉള്ളവരാണ്. എന്ന് വെച്ചാൽ ഭരണകൂടം നടപ്പാക്കുന്ന ഓരോ പദ്ധതിയും ആ ഒരു ജനവിഭാഗത്തെ കൂടി ഉദ്ദേശിച്ചുള്ള, എന്ന് വെച്ചാൽ ചെറുപ്പക്കാരെ ഉദ്ദേശിച്ച് പുതിയ തലമുറയെ ഉദ്ദേശിച്ചുള്ള പദ്ധതികളാണ് ഈ രാജ്യത്ത് നടപ്പാക്കുന്നത്. ഈ നടപ്പാക്കുന്ന പദ്ധതികൾ പ്രവാസി ബിസിനസ് സമൂഹത്തിലേക്ക്, പ്രത്യേകിച്ച് മലയാളി ബിസിനസ് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യത്തിൻ്റെ ഭാഗം കൂടിയാണ് മീഡിയ വൺ ഒരുക്കിയിരിക്കുന്ന ബിസിനസ് സമ്മിറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയും അതാണ്. പക്ഷേ ഈ ഒരു സമ്മിറ്റിൽ തന്നെ പല ഏജ് ഗ്രൂപ്പിൽപ്പെട്ട, എന്ന് വെച്ചാൽ തലമുറകളായി സൗദി അറേബ്യയിൽ ബിസിനസ് ചെയ്തവരും പതിറ്റാണ്ടുകളായി അത് തുടരുന്നവരും, അതോടൊപ്പം തന്നെ നിലവിൽ പുതുതായി ബിസിനസ്സിലേക്ക് പ്രവേശിച്ചവരെല്ലാം തന്നെ ഈ ഉച്ചകോടിയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. മീഡിയ വണ്ണിൻ്റെ തലപ്പത്തുള്ളവർ, പ്രത്യേകിച്ച് CEO ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നിഷാദ് റാവുത്തർ ഉൾപ്പെടെ ആങ്കർമാർ ഇതിൻ്റെ ഭാഗമായുള്ള വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം AI ആണ് മറ്റൊരു പ്രധാനപ്പെട്ട സെഷൻ ഇപ്പോൾ അവസാനിച്ചത്. AI പുതിയ
സാങ്കേതിക വിദ്യകൾ, അത് നടപ്പാക്കുന്ന രീതി, അത് സൗദി മന്ത്രാലയങ്ങളിൽ നടപ്പാക്കുന്ന രീതി, ഇതെല്ലാം തന്നെ ഈ സെഷനുകളുടെ ഭാഗമായി വരുന്നുണ്ട്. ഒപ്പം ഓരോരുത്തരും ഈ രംഗത്ത് വിജയിച്ചവരുടെ അനുഭവങ്ങൾ അതൊരു പ്രത്യേക സെഷനായി തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ തരത്തിൽ വലിയ തോതിലുള്ള പ്രവാസി പിന്തുണ ലഭിച്ച ഒരു ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ ആദ്യ എഡിഷനാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ഉച്ചയ്ക്ക് തന്നെ രജിസ്ട്രേഷൻ അവസാനിപ്പിച്ചിരുന്നു. കാരണം നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ച ബുക്കിങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാവുകയും ആ തരത്തിൽ വലിയ പ്രവാസി സമൂഹത്തിന് പ്രതികരണം ലഭിക്കുകയും ചെയ്തു. നാളെ സൗദിയുടെ ദേശീയ ദിനമാണ്. അതാണ് ഈ പരിപാടിയുടെ മറ്റൊരു പ്രത്യേകത. കാരണം ദേശീയ ദിനത്തോട് ചേർന്നുകൊണ്ട് പ്രവാസികളുടെ സൗദിയിലെ അവരുടെ രണ്ടാം പ്രവാസ കാലം, അതിൻ്റെ ഒരു ആഘോഷം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ റിയാദിൽ വോക്കോ ഹോട്ടലിൽ വെച്ചുകൊണ്ട് സമാനമായ രീതിയിൽ തന്നെ വൈകിട്ട് 3 മുതൽ രാത്രി 11 വരെ നീളുന്ന വിവിധ സെഷനുകളുള്ള പുരസ്കാരദാന ചടങ്ങുള്ള വ്യത്യസ്തമായ വിഷയങ്ങളിൽ AI ഒപ്പം തന്നെ സെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ പ്രമുഖർ സംവദിക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ സൗദിയിലെ രണ്ടാം ഭാഗം നാളെ റിയാദിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിലേക്കും സമാനമായ രീതിയിൽ തന്നെ പ്രവാസി സമൂഹം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിക്കൊണ്ട് ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. ഏതായിരുന്നാലും ഇപ്പോഴും ഫ്യൂച്ചർ സമ്മിറ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അർദ്ധരാത്രി വരെ ഈ ഒരു സെഷനുകൾ നീളും.